നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമ്മൾ ഒരാളെ സ്നേഹിച്ച് നമ്മുടെ മനസമാധാനം പോകുന്നത് എപ്പോൾ എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്ന ഈ 6 കാര്യങ്ങൾ കൊണ്ടാണ് ഒരാളെ സ്നേഹിച്ച് നിങ്ങളുടെ മനസമാധാനം തകരുന്നത്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കാതിരിക്കുമ്പോഴാണ്. അഥവാ അവോയ്ഡ് ചെയ്യുമ്പോൾ. നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ പരിഗണിക്കാതിരിക്കുമ്പോൾ, നിങ്ങളെ ഒഴിവാക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം പോകാൻ ഇടയായിത്തീരുന്നു. പിന്നീട് നിങ്ങൾ ഒരു ശോകമായ അവസ്ഥയിലെത്തി നിങ്ങളുടെ മനസ്സ് വേദനിക്കാൻ തുടങ്ങുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെ അവർ ആരുമല്ലാതാക്കുമ്പോൾ. നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളെ അമിതമായി നിങ്ങളെ സ്നേഹിച്ചു. പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നിങ്ങളെ ആരുമല്ലാതാക്കുന്നു. നിങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഗണനയോ ഒരു ശ്രദ്ധയോ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പോലും ശ്രദ്ധിക്കാതെ വരുന്ന അവസ്ഥ. നിങ്ങൾ എന്തു പറഞ്ഞാലും അവർ അതിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, നിങ്ങൾക്കൊരു വിലയും തരാത്ത വിധത്തിൽ ആ വ്യക്തി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ആരുമല്ലാതാക്കുന്ന അവസ്ഥയാക്കി മാറ്റുന്നു. നിങ്ങളുടെ മനസ്സിനെ അത് വളരെയധികം വേദനിപ്പിക്കും. അതുമൂലം നിങ്ങളുടെ മനസ്സ് തകരും. ഇത് മനസ്സിലാക്കിയിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു വിലയും തരാതെ അവർ നിങ്ങളെ പറ്റിക്കുമ്പോൾ. നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ ശ്രദ്ധിക്കും, ചിലപ്പോൾ എല്ലാം ശരി എന്ന് പറയും. പക്ഷേ അതിനൊരു വിലയും തരുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നുമില്ല. ഇതൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് അവഗണിച്ച് അവർ നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇതുമൂലം മനസ്സ് വേദനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മനസ്സമാധാനം പോയിക്കൊണ്ടിരിക്കും. ഉള്ള സ്വസ്ഥതയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ സ്നേഹബന്ധം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ഒരു സ്വസ്ഥതയും ഇല്ലാത്ത അവസ്ഥയിലായിത്തീരും. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത്, ആ വ്യക്തി നിങ്ങളെക്കാൾ മറ്റുള്ളവരെയാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ. നിങ്ങളെ നല്ല രീതിയിൽ സ്നേഹിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി പിന്നീട് ആ സ്നേഹം കുറച്ചുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങളെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ള മനസമാധാനം കൂടി പോകാൻ ഇടയായിത്തീരും. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നുണ്ടല്ലോ എന്ന ചിന്ത നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. ഇത് നിങ്ങളെ ഡിപ്രഷനിലേക്ക് വരെ എത്തിക്കാൻ ഇടയായിത്തീരും. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം പിന്നീട് അയാളുടെ സ്നേഹം അഭിനയമായിരുന്നു എന്ന് തോന്നുമ്പോൾ, ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം ഇല്ല എന്ന് തോന്നുമ്പോൾ, നിങ്ങളുടെ മനസ്സിനുള്ളിലെ സമാധാനം മുഴുവനായും നഷ്ടപ്പെട്ട് നിങ്ങളൊരു ദുഃഖത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആറാമത്തെ കാര്യം, വിശ്വസ്തത ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോട് വിശ്വസ്തത ഇല്ലാതെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ, നിങ്ങളുടെ ഉള്ളിലെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. അതുമൂലം നിങ്ങളുടെ മനസമാധാനം മുഴുവനായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദുഃഖം കൊണ്ട് അലയാൻ തുടങ്ങുന്നു. അത് നിങ്ങളെ തന്നെ കൂടുതൽ തകർത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വളരെ നന്നായി ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു കാണും, സത്യമായി സ്നേഹിച്ചിരുന്നു കാണും. പക്ഷേ ആ വ്യക്തിയുടെ ഇങ്ങോട്ടുള്ള സമീപനം ഈ വീഡിയോയിൽ പറഞ്ഞ ഈ വിധത്തിലൊക്കെ ആയിത്തീരുന്നു. അതുമൂലം നിങ്ങൾ ദുഃഖിച്ചു തകരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നിങ്ങളുടെ ജീവിതം തന്നെ മൊത്തത്തിലൊരു ശോകമായി തീരുന്നു. വിശ്വാസവഞ്ചനയിൽപ്പെട്ട ഒരു അവസ്ഥയായി മാറുന്നു നിങ്ങളും നിങ്ങളുടെ ജീവിതവും.